ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على خير من وطئ الثرى وعلى آله وصحابته أسود الشرى وتابعيهم كنوز الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെയും അവന്റെ പ്രവാചകന്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാനും നിലനിർത്തുവാനും അള്ളാഹു തൗഫീക്ക് നൽകിയ അവന്റെ പ്രിയപ്പെട്ട അടിയാറുകളുടെ അടിയാത്തികളുടെ കൂട്ടത്തിൽ നമ്മളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബദർ എന്നുള്ളത്. ബദറിന്റെ ചരിത്രം എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും മിമ്പറുകളിൽ പറയാൻ കഴിയാതെ പോകുന്നതും വളരെ ചുരുങ്ങിയ സമയമാണല്ലോ ഉള്ളത്. ആ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ അതിന്റെ എല്ലാ വശങ്ങളും ഒരുപക്ഷെ വലിയ ഖതീബിനെ പ്രതിപാദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ബദറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ ബദറിൽ പങ്കെടുത്ത ആളുകൾ 316 അല്ലെങ്കിൽ 319 അല്ലെങ്കിൽ 313 ഇങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. സത്യത്തിൽ ബദറിലേക്ക് പുറപ്പെട്ട സഹാബത്ത് ബദരീങ്ങൾ 700 ആളുകൾ ഉണ്ടായിരുന്നു. 700 ആളുകളുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നും ബദറിലേക്ക് പുറപ്പെട്ടത്. പക്ഷെ വഴിക്ക് വെച്ച് അബ്ദുല്ലാഹിബ്നു സബഈ എന്ന മുനാഫിക്ക് ജൂതൻ അവൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഈ 700 ആളുകളിൽ നിന്ന് 384 അല്ലെങ്കിൽ 387 അങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ നബിയിൽ നിന്ന് തന്ത്രപരമായി കൊണ്ട് ഈ മനുഷ്യൻ അകർത്തിയെടുക്കുകയാണ്. ബാക്കി വരുന്ന 313 അല്ലെങ്കിൽ 316 അല്ലെങ്കിൽ 319 ഇത്ര ആളുകളുമായി കൊണ്ടാണ് നബി ബദറിലേക്ക് നീങ്ങുന്നത്. അവരുടെ ആയുധബലവും കണ്ടാൽ അറിയാം അവരൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പല്ല, ആ ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല അവർ പോകുന്നത് എന്ന്. അവരുടെ കൂടെയുള്ളത് 2 കുതിരകളാണ്, 70 ഒട്ടകങ്ങള്. ഇത് മാത്രമാണ് മുസ്ലിങ്ങളുടെ കൈവശമുള്ളത്. ഇവിടെ നമ്മൾ ബദറിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അബ്ദുല്ലാഹിബ്നു സബഈന്റെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും നബിയിൽ നിന്ന് ഇത്രയും ആളുകളെ അടർത്തിയെടുക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്ത ആധുനിക മുസ്ലിമീങ്ങളെ സത്യത്തിൽ നിന്നും അടർത്തിക്കൊണ്ടുപോകുവാൻ എല്ലാ പ്രയാസവും ഉണ്ടാകുമോ?
അതാണ് ഒന്നാമത്തെ പാഠം നമ്മൾ ബദറിൽ പഠിക്കേണ്ടത്. നബി കൂടെണ്ട്, എന്നിട്ട് പോലും നബിയിൽ നിന്ന് 386ഓളം ആളുകളെ അടർത്തിക്കൊണ്ടുപോകാൻ ഈ ജൂതന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് 1500 വർഷങ്ങളോളം തികയുന്നു പ്രവാചകൻ നമ്മളോട് വിട പറഞ്ഞിട്ട്. 3 പ്രവാചകന്റെ കാലഘട്ടമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. ഒരു പ്രവാചകൻ കഴിഞ്ഞ് അടുത്ത പ്രവാചകന്റെ കാലഘട്ടം 500 വർഷ കാലഘട്ടമാണ്. ഈ 500 വർഷത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ വിശ്വാസപരമായി വ്യതിചലിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് അടുത്തൊരു പ്രവാചകനെ നിയോഗിക്കുന്നത്. എന്നാൽ അന്ത്യപ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഏകദേശം 1500ഓളം വർഷങ്ങളിലേക്ക് അടുക്കാൻ പോവുകയാണ്. അഥവാ 3 പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി എന്നർത്ഥം. അപ്പൊ ഇത്രയും കഴിഞ്ഞു പോകുമ്പോൾ കാലദൈർഘ്യം വിശ്വാസത്തിലാണ് ഏറ്റവും കൂടുതൽ മങ്ങൽ ഉണ്ടാക്കുക, വിശ്വാസത്തിലാണ് ഏറ്റവും കൂടുതൽ ദൗർബല്യത ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ ആധുനിക മുസ്ലിങ്ങൾ ഇങ്ങനെ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഞാൻ പറഞ്ഞതല്ലേ, മുസ്ലിങ്ങളുടെ ഈ ബദറിലേക്കുള്ള ഈ വരവ് ശത്രു സൈന്യത്തിന്റെ അഥവാ യസ്രിബിലേക്ക് കച്ചവടത്തിന് പോയ, സിറിയയിലേക്ക് കച്ചവടത്തിന് പോയ ഒരു സംഘം ആളുകളുടെ ഖുറൈശികള് അവരുടെ കച്ചവട സംഘത്തെ, അവരുടെ സമ്പത്തിനെ തൽക്കാലം പിടിച്ചു വെക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിക്കാൻ പോയത്. പക്ഷെ ഈ വിവരം ആ കച്ചവട സംഘത്തിന്റെ തലവനാകുന്ന അബൂ സുഫിയാൻ, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ലല്ലോ, അദ്ദേഹം മക്കും ഫത്തയോട് പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്. അബൂ സുഫിയാൻ വളരെ തന്ത്രശാലിയും നല്ല ബുദ്ധിശാലിയുമാണ്. അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഉടനെ മക്കയിലേക്ക് വിവരം കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പോഷക സൈന്യത്തെ ആവശ്യമാണ്. പോഷക സൈന്യത്തെ ഞങ്ങൾക്ക് അയച്ചു തന്നില്ല എങ്കിൽ ഈ സമ്പത്ത് മുഴുവനും മുഹമ്മദും അനുയായികളും കൈക്കലാക്കുമെന്ന വിവരമാണ് മക്കയിലേക്ക് കിട്ടുന്നത്. ഇത് കേട്ടപ്പോൾ മക്കയിലെ ഖുറൈശികൾക്ക് വല്ലാത്തൊരു ആവേശമാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലാവരുടെയും സമ്പത്തിന്റെ വിഹിതമാണ് ആ കച്ചവട സമ്പത്തിലുള്ളത്. 50,000-ഓളം സ്വർണ്ണ നാണയങ്ങളുടെ ലാഭവിഹിതവുമായി കൊണ്ടാണ് നടക്കുന്നത്. ഇത് മുഴുവനും ഇസ്ലാമിനെതിരെ വിനിയോഗിക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തടയുവാനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹാബത്തിന് നൽകുന്നത്. ഒരു യുദ്ധ ലക്ഷ്യമല്ല, ഇത് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് പങ്കാളികളാകാൻ മക്കയിലെ എല്ലാ ആളുകൾക്കും താല്പര്യമായി എന്നുള്ളതാണ്. പോകാൻ കഴിയുന്നവരൊക്കെയും തയ്യാറായപ്പോൾ പോകാൻ കഴിയാത്ത ആളുകൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകി എന്നുള്ളതാണ്. എന്റെ കാരണം മുഹമ്മദിന്റെ തലയ്ക്ക് വേണ്ടി കൊതിച്ചവർക്കുള്ളൊരു സുവർണാവസരമായിരുന്നു. പ്രവാചകൻ മദീനയിലേക്ക് കടക്കാതെ പ്രവാചകന്റെ തലയ്ക്ക് വേണ്ടി അവർ നെട്ടോട്ടമോടിയ ആളുകളാണ്. അതിനൊരു സുവർണാവസരമായി കൊണ്ടായിരുന്നു അവർ ഇതിനെ കണക്കാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെ കരുത്തന്മാരായ ചെറുപ്പക്കാരുടെ സംഘമായിരുന്നു ബദറിലേക്ക് നീങ്ങിയ ഖുറൈശികളുടെ സംഘം എന്നുള്ളതാണ്. ഇവരാരാണ്? ചില്ലറക്കാരല്ല, അതിൽ 1000-ഓളം വരുന്ന ചെറുപ്പക്കാരാണുള്ളത്. ഈ ചെറുപ്പക്കാരൊക്കെയും യുദ്ധപാഠമുള്ളവരാണ്. ഒന്നാമത്തെ ഗുണം അതാണ് ഖുറൈശികളുടെ. 2, അവരൊക്കെയും വില്ലാളി വീരന്മാരാണ്, രണശൂരന്മാരാണ്, അശ്വരൂഢന്മാരാണ്. അവരോടൊപ്പം 100 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് അവർ ബദറിലേക്ക് നീങ്ങുന്നത്. മുഴുവനും ആയുധധാരികളാണ്. ബാരൽ കണക്കിന് മദ്യവുമായി കൊണ്ടാണ് അവർ ബദറിലേക്ക് പോകുന്നത്. മാത്രമല്ല ചെറുപ്പക്കാർക്ക് ആവേശം പകർന്നുകൊണ്ടുള്ള ദപ്പുമുട്ടും പാട്ടുകാരി പെണ്ണുങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക് ആവേശം പകരുന്ന നർത്തകിമാര് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മക്കയിൽ നിന്ന് അബൂജഹൽ പാർട്ടിക്കാരൊക്കെ ബദറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അബൂ സുഫിയാൻ കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ അവർ മക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അബൂജഹലിനെ കണ്ടുകൊണ്ട് വിവരം പറഞ്ഞു അബൂ സുഫിയാൻ, ഇനി ഏതായാലും ബദറിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സുരക്ഷിതരായി മക്കയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂജഹല് അവിടെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് അബൂ സുഫിയാനോട്. വല്ലാഹി
വല്ലാഹി ലാ നർജിഉ ഹത്താ നബ്ലുഗൽ ബദറ വനുഖീമു ഫീഹി സലാത്തൻ വനൻഹറു ജസൂറ വനുത്ഇമു തആമ വനശ്റബുൽ ഖംർ. അബൂ ജഹൽ അബൂ സുഫിയാനോട് പറയുകയാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ നർജിഉ ഹത്താ നബ്ലുഗൽ ബദറ, ബദറിൽ എത്തിയിട്ടല്ലാതെ ഇനി ഞങ്ങൾ മക്കയിലേക്ക് മടക്കുന്നില്ല. മാത്രല്ല വനുഖീമു ഫീഹി സലാത്ത, 3 ദിവസം ഞങ്ങൾ ബദറിൽ താമസിക്കും. വനൻഹറുൽ ജസൂറ വനുത്ഇമു തആമ വനശ്റബുൽ ഖംർ, ആ 3 ദിവസവും ഞങ്ങൾ ബദറിൽ വെച്ചുകൊണ്ട് ഒട്ടകത്തെ അറുത്ത് ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ചെയ്യും, എന്നിട്ട് ഞങ്ങൾ മടങ്ങുകയുള്ളൂ എന്നതായിരുന്നു അബൂ ജഹലിന്റെ പ്രഖ്യാപനം. ഇതാണ് ബദറിൽ നിന്ന് പഠിക്കേണ്ട 2ാമത്തെ പാഠം എന്നുള്ളതാണ്. എന്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠം? അബൂ ജഹലിന്റെ സത്യം ചെയ്യല്. വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അപ്പൊ അബൂ ജഹലിനും മക്കാ മുശ്രിക്കുകൾക്കും അള്ളാഹുവിന് വിശ്വാസമുണ്ട് എന്നർത്ഥം. പക്ഷേ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനാണ് അവർക്ക് വിശ്വാസമില്ലാത്തത്. പരമകാരുണികനായ അള്ളാഹു, കരുണാവാഹിനിയായ അള്ളാഹു, അങ്ങനത്തെ അള്ളാഹുവിലാണ് മക്കക്കാർക്ക് വിശ്വാസമില്ലാതിരുന്നത്. മാത്രല്ല അബൂ ജഹൽ മക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എന്താണ് അവൻ സത്യം ചെയ്തത്? നാളെ ബദറിന്റെ താഴ്വരയിൽ സത്യത്തിന്റെ ആളുകളെ നീ വിജയിപ്പിക്കണമേ. അബൂ ജഹലിന്റെ പ്രാർത്ഥനയാണ്. കാബയുടെ കില്ല പിടിച്ചുകൊണ്ടാണ് അബൂ ജഹൽ പ്രാർത്ഥിക്കുന്നത്. ഈ കാബത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നാളെ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, ആ സത്യത്തെ നീ വിജയിപ്പിക്കണമേ. അപ്പൊ അബൂ ജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് തന്നെയാണ്. പിന്നെ എന്തൊക്കെ മുഹമ്മദ് നബിയുടെയും അബൂ ജഹലിന്റെയും വ്യത്യാസം എന്താണ്? അബൂ ജഹൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കും, കൂട്ടത്തിൽ അള്ളയല്ലാത്ത ലാത്ത ഉസ്സ മനാത്ത ഹുബില് പോലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അബൂ ജഹൽ. ഇതാണ് മാറ്റം. മാത്രമല്ല ആധുനിക മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം അള്ളാഹുവിന് പുറമെ ദുനിയാവിൽ കെട്ടിപ്പൊക്കിയ സകല കബറുകളോടും മാത്രമല്ല ബദരീകളോട് വരെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ആധുനിക മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ ഇവരാകെ പക്ഷത്തുള്ള ആളുകളാണെന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, നബിയും സഹാബത്തും യുദ്ധത്തിനായി വന്നവരെന്നില്ല ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അവിടെ എത്തേണ്ടത് 2 കുതിര, 70 ഒട്ടകം, മാത്രമല്ല യാതൊരുവിധ യുദ്ധ പാഠവങ്ങളുമില്ലാത്ത 316 അല്ലെങ്കിൽ 319 വരുന്ന ആളുകളാണ്. മാത്രമല്ല അവരൊക്കെയും നിരായുധരാണ്, ആയുധമില്ലാത്തവരാണ്. ഈ നിൽക്കുന്ന ഈ 300 ചില്ലാനം വരുന്ന ഈ ആളുകളെ നോക്കിക്കൊണ്ട് പ്രവാചകൻ ബദറിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങളുടെ എണ്ണം താഴൂത്തിന്റെ എണ്ണമാണ് കേട്ടോ എന്നാ പറഞ്ഞത്. നിങ്ങളുടെ എണ്ണം താഴൂത്തിന്റെ എണ്ണമാണ്. ആരാണ് ഈ താഴൂത്ത്? സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ നമുക്കൊരു ചരിത്രം കാണാൻ കഴിയും. മൂസാ നബിയും അനുയായികളും കറവയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി അവർ തീഹ് മരുഭൂമിയിൽ എത്തിപ്പെടുകയുണ്ടായി. ആ തീഹ് മരുഭൂമിയിൽ എത്തിപ്പെട്ട മൂസാ നബിയുടെ അനുയായികളാകുന്ന ഇസ്രായേൽ മക്കൾക്ക് അവർ 6 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് മരുഭൂമിയുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു അവർക്ക് മേഘത്തിന്റെ തണലിട്ട് കൊടുത്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ആ മരുഭൂമിയിൽ അള്ളാഹു മഞ്ഞയും ശൈലയും അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തു. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. മരുഭൂമിയിലെ 12 അരുവികൾ അള്ളാഹു മൂസാ നബിയിലൂടെ ഒരു മുഅ്ജിസത്തായി കൊണ്ട് ഒഴുക്കി കൊടുത്തു. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നൽകി സുരക്ഷിതമാക്കിയതിനു ശേഷം ആ ഇസ്രായേൽ മക്കളോട് പറയുകയുണ്ടായി അള്ളാഹു മൂസാ നബിയിലൂടെ, നിങ്ങളുടെ ജന്മനാടാകുന്ന ഫലസ്തീൻ പോയി പിടിച്ചുകൊള്ളുകയോ. ഇവരെന്താ പറഞ്ഞ മറുപടി? നീ നിന്റെ റബ്ബ് പോയി യുദ്ധം ചെയ്യും മൂസേ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങളില്ല വെക്കോ. ഈ ഒരൊറ്റ അനുസരണക്കേട് കൊണ്ട് അവർ 40 വർഷമാണ് ആ മരുഭൂമിയിൽ കഠിനമായ അള്ളാഹുവിന്റെ പരീക്ഷണം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. പിന്നീട് അവരുടെ മക്കളാണ്, അപ്പോഴേക്ക് മൂസാ നബി മരണപ്പെട്ടു. ഈ 40 വർഷത്തിന്
പ്രദേശങ്ങളിൽ. പിന്നീട് അവർക്ക് വന്നൊരു പ്രവാചകനാകുന്നു യൂശഅ നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ അടുക്കൽ ഇവരുടെ മക്കൾ ചെന്നുകൊണ്ടാണ് പറയുന്നത്, പ്രവാചകരെ, ഞങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി വാങ്ങിച്ചു തരണമെന്ന്. യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ മൂസയോട് അനുസരണത്തോട് കാണിച്ചതുപോലെ എന്നോട് അനുസരണക്കേട് കാണിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. അനുസരണക്കേടിന്റെ ഭവിഷ്യത്താണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമോ? ഞങ്ങൾ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല, അനുസരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറഞ്ഞു. യുദ്ധാനുമതി അവർക്ക് ലഭിക്കുമ്പോൾ അള്ളാഹു തന്നെ നേതാവിനെ നിശ്ചയിച്ചു കൊടുത്തു. ഇവർ മനസ്സിൽ മറ്റൊരു നേതാവിനെ കണക്ക് കൂട്ടിയിട്ടാണ് പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നത്. പക്ഷെ മനസ്സറിയുന്ന റബ്ബുണ്ടല്ലോ, അതിവർക്ക് ധാരണയില്ല. അങ്ങനെ അവർക്ക് ഒരു നേതാവിനെ നിശ്ചയിച്ചു കൊടുത്തു. ആ നേതാവാണ് താലൂത്ത്. ആ താലൂത്ത് ആരാണ്? ആട്ടിടയനാണ്, സാധാരണക്കാരനാണ്. പക്ഷേ യുദ്ധപാഠവമുള്ളവനാണ്. നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ആളായിരുന്നു താലൂത്ത് എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധാനുമതി ലഭിച്ചിട്ടുണ്ട്, പക്ഷേ നേതാവ് താലൂത്താണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, താലൂത്ത് വേണോ യൂശഅ? താലൂത്ത് വേണോ? ഞങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യരായ ആളുകൾ ഉണ്ടായിരിക്കെ? യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമോ എന്നെനിക്ക് ഭയമുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയപ്പെട്ടുപോയി. കാരണം 40 വർഷം മരുഭൂമിയിൽ കഠിന പീഡനം അനുഭവിക്കുകയാണ്. അവർ പറഞ്ഞില്ല, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, താലൂത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന്. ഇവർ എത്രത്തോളം അംഗീകരിച്ചെന്ന് അള്ളാഹ്ക്കറിയാലോ. അങ്ങനെ 2 ലക്ഷം ചെറുപ്പക്കാരുമായിക്കൊണ്ടാണ് താലൂത്തിന്റെയും യൂശഅന്റെയും നേതൃത്വത്തിൽ ഫലസ്തീനിലേക്ക് പോവുകയാണ്. ചെറിയൊരു പരീക്ഷണം. അല്ലാതെ പരീക്ഷണം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. ചെറുതുപോലും സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഈ 2 ലക്ഷം ആളുകളുമായി കൊണ്ട് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു തടാകം. ആ തടാകത്തെ തണുത്ത വെള്ളം കൊണ്ട് നിറച്ചല്ലാഹു. കഠിന ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഇവർ ദാഹം കൊണ്ട് വലയുന്ന അവസ്ഥയായിരുന്നു ഈ 2 ലക്ഷം വരുന്ന യോദ്ധാക്കളും ചെറുപ്പക്കാരും. അള്ളാഹു അവർക്ക് അനുമതി കൊടുത്തു. വല്ലാതെ ദാഹിക്കുന്നവർക്ക് ഒരു കുമ്പിൽ വെള്ളം എടുത്ത് കുടിക്കാം, കൂടുതൽ കുടിക്കരുത്. ഇതാണ് പരീക്ഷണം. അനുമതി കിട്ടേണ്ട താമസം. എല്ലാവർക്കും നല്ല വിഭാഗം ആളുകൾ വയറ് നിറയെ ദാഹം തീരുവോളം വെള്ളം കുടിച്ചു. തടാകത്തിന്റെ മറുകരയെത്തിയപ്പോൾ പ്രവാചകന്റെ വഹി ഇറങ്ങി. ദാഹം തീരുവോളം വെള്ളം കുടിച്ച ആളുകളൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. 1.5 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു. നിങ്ങൾ ഈ യുദ്ധത്തിന് യോഗ്യരല്ല. ചെറിയൊരു പരീക്ഷണത്തിൽ ഒരു പരാജയപ്പെട്ടു. അവരെ തിരിച്ചയച്ചു. ബാക്കി 50,000-ഓളം വരുന്ന ആളുകൾ. ഈ ആളുകളെയും കൊണ്ടാണ് ഫലസ്തീനിലേക്ക് യൂശഅ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും താലൂത്തും 2 കൂട്ടരും തമ്മിൽ പോകുന്നത്. ഫലസ്തീനിലെത്തിയപ്പോൾ ആയുധധാരികളായ, വേഷഭൂഷാദികളായ, എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുന്ന വലിയൊരു സമൂഹത്തെ അവർ കാണുന്നത്. അവിടെയാണ് അന്ന് അവിടുത്തെ രാജാവ് ജാലൂത്താണ്. ജാലൂത്ത് ഏറ്റവും പോക്കിരിയായ രാജാവാണ്. അവരെ കണ്ടപാടും കടവിടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഇവിടെ കയ്യിൽ ആകെയുള്ളത് കവണയും കല്ലും മാത്രമാണ്. പിന്നെ ഓരോ വടികൾ മാത്രമാണ്. അവരെല്ലാവിധ ആയുധങ്ങളുമായി നിൽക്കുകയാണ്. ഇത് കണ്ടപാടും ഈ 50,000-ഓളം വരുന്ന ആളുകൾക്ക് നല്ലൊരു സംഘം ആളുകൾ പറയുകയാണ്, താലൂത്തെ, ഞങ്ങളെങ്ങാനും നിന്നോടൊപ്പം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ഈ ഫലസ്തീനിന്റെ മരുഭൂമിയിൽ ഞങ്ങൾ കുഴിച്ചു പോകപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് നല്ലൊരു സംഘം ആളുകൾ അതൊന്ന് പിരിഞ്ഞു പോവുകയുണ്ടായി. വളരെ കുറച്ച് ആളുകളാണ് പിന്നീട് അവിടെ ശേഷിച്ചത്. കൂട്ടത്തിൽ 18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് പറയുകയുണ്ടായി, എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജയിച്ചിട്ടുള്ളത്. രംഗത്തിറങ്ങും കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രോത്സാഹനം നൽകി. അദ്ദേഹമാണ് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ആ 1-ാമത്തെ പുറപ്പാടിൽ തന്നെ ജാലൂത്തിനെ വധിക്കുകയായിരുന്നു. അന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും ആളുകളെന്ന് പറഞ്ഞില്ല, അവരുടെ എണ്ണമാണ് 316. അതാണ് പ്രവാചകൻ ബദരീങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ എണ്ണം താലൂത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞതിന് സൂചന കൂടിയുണ്ട്.
ആ താലൂത്തിന് നേടിയെടുത്ത വിജയമാണ് ഈ ബദർ നിങ്ങൾക്ക് നേടാൻ പോകുന്നത് എന്ന ഒരു സൂചന കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലുണ്ടായ യോദ്ധാക്കൾക്ക് നൽകിയ ഒരു സന്ദേശം എന്നുള്ളതാണ്. മാത്രമല്ല, ഇതാണ് ബദർ നൽകുന്ന മൂന്നാമത്തെ ഒരു സന്ദേശം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറയുകയാണ്, ബദറിന്റെ പോർക്കളത്തിൽ ശത്രുവിന്റെ നേതാക്കൾ ഒന്നൊന്നായി കൊണ്ട് മുറിഞ്ഞു വീഴുന്നത് ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ അവിടുത്തെ ബദരീകൾ നോക്കിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ ബദറിന്റെ ഓരത്തെ അന്ന് രാത്രിയിൽ മുസ്ലിങ്ങൾ തമ്പടിച്ചു അവിടെ കഴിച്ചു കൂട്ടുകയാണ്. ഇതിനിടയിൽ മുസ്ലിങ്ങളിൽ നിന്ന് കുറച്ചാളുകൾ ശത്രു വിഭാഗത്തിൽ നിന്ന് രണ്ടാളുകളെ പിടികൂടുകയുണ്ടായി. ആ രണ്ടാളുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ആരൊക്കെ ഉണ്ട് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് അവരിൽ നിന്ന് ലഭിച്ചത്. മക്കയിലെ എല്ലാ കിരീടധാരികളും അതിലുണ്ടായിരുന്നു. മക്കയിലെ എല്ലാ രാജാക്കന്മാരും അവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കൂട്ടുകത്ത്, ശൈബത്ത്, വലീദ്, ഉമയ്യത്ത്, അബൂജഹല്. പ്രവാചകൻ പറയുകയാണ് സഹാബത്തിനെ നോക്കിക്കൊണ്ട്, ഹാദിഹി മക്ക ഖദ് അൽഖൈത ഇലൈക്കും മഫ്നാഖ ബിദിക. ഇത് മക്കയാണ് നിൽക്കുന്നത്, മക്കയിലെ കരളുകളെയാണ് നിങ്ങൾക്ക് അല്ലാഹു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പ്രവാചകൻ ബദരീകളോട് പറയുകയുണ്ടായി. ഇതാണ് ബദർ നൽകുന്ന നാലാമത്തെ സന്ദേശം. ഹൃദയങ്ങളെ നയിക്കുന്നവൻ അല്ലാഹുവാണ് എന്നുള്ളതാണ്. ശത്രു എത്ര കരുത്തനാണ് എങ്കിലും എത്ര വലിയവനാണ് എങ്കിലും അവരെ മുസ്ലിങ്ങളുടെ മുന്നിലേക്ക്, വിശ്വാസികളുടെ മുന്നിലേക്ക് നിഷ്പ്രയാസം അല്ലാഹു വിട്ടുവരും എന്നുള്ളതാണ്. ഏതുപോലെ ദുർബലരായ ആ 6 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് 8 ലക്ഷത്തോളം വരുന്ന ഫറോവയെയും അനുയായികളെയും അല്ലാഹു ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത്. അതുപോലെ ഇതാ നിങ്ങളുടെ മുന്നിലേക്കാണ് മക്കയുടെ കരളുകളെ ഇട്ടു തന്നിരിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ പ്രവാചകൻ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പ്രവാചകന്റെ കണ്ണുകൾ കലങ്ങി തുടുത്തിരിക്കുകയാണ് ഉറക്കമടിച്ചുകൊണ്ട്. പ്രവാചകന്റെ തമ്പിന്റെ പുറകിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് നീങ്ങി ആ ദീർഘമായ നമസ്കാരത്തിൽ പ്രവാചകൻ മുഴുകുകയാണ്. കണ്ണീർ പൊഴിച്ച പ്രാർത്ഥനയായിരുന്ന ബദറിൽ പ്രവാചകൻ ഇതാണ് ബദർ നൽകുന്ന 5ാമത്തെ സന്ദേശം എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, എവിടെയാണെങ്കിലും, മരുഭൂമിയിലാണെങ്കിലും പ്രവാചകൻ ബദറിന്റെ താഴ്വരയിൽ, ആ ബദറിന്റെ പർവ്വതത്തിന്റെ താഴ്വരയിൽ മരുഭൂമിയിലായിരുന്നു പ്രവാചകനും 316 ഔലിയാക്കന്മാർ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും പ്രവാചകനത നമസ്കാരത്തിൽ സുജൂദിൽ കടന്നുകൊണ്ട് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാഹു പറയുകയാണ്, വസ്തഈനു ബിസ്സബരി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അടിവരയിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലൊന്നും കുറിച്ചു വെക്കേണ്ട ഒരു ആയത്ത് കൂടിയാണത്. വസ്തഈനു, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിആന നടത്തിക്കൊള്ളുക, സഹായം ചോദിച്ചു കൊള്ളുക. ബിസ്സബരി വസ്സലാത്ത്, 2 യോഗ്യതയോടുകൂടി. 1 നമസ്കാരം ഉറപ്പകാലം നിർവഹിക്കുക, 2 ക്ഷമ കൈക്കൊള്ളുക, 3 എന്നിട്ട് നിങ്ങൾ അല്ലാഹുവോട് സഹായം ചോദിക്കുക. എന്നിട്ട് അല്ലാഹു പറയണം, അത് വലിയൊരു ഭാരമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹുവിനെ ഭയമില്ലാത്ത ആളുകൾക്ക്, അല്ലാഹുവിനെ ഭയമുള്ള ആളുകൾക്ക് അത് വിഷയമേ അല്ല എന്നർത്ഥം. അവർ നമസ്കരിക്കും, അവർ ക്ഷമ കൈക്കൊള്ളും, അല്ലാഹുവോട് സഹായം ചോദിക്കും. അല്ലാത്തവർക്ക് അതിന് കഴിയുകയില്ല എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാം ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നമസ്കരിക്കുക, ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹിനോട് സഹായം ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് കേട്ടോ അള്ളാഹു എന്നുള്ളത്. ആധുനിക മുസ്ലിങ്ങളിൽ നല്ല വിഭാഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും കഴിവുള്ളവരാണ് ബദരീങ്ങൾ എന്നല്ലേ. എല്ലാത്തിനും കഴിവുള്ളവരാണ് ബദരീങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ബദരീങ്ങൾ അവർ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് എന്തായിരുന്നു പ്രാർത്ഥന?
اللهم انجز لي ما وعدتني اللهم آت ما وعدتني اللهم ان تهلك هذه الحساب من اهل الاسلام لا تربد في الارض. അല്ലാഹുവേ, നീ എന്നോട് കരാർ ചെയ്തത് എനിക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തത് എന്നോട് പാലിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ബദറിന്റെ ഭൂമിയിൽ ഇസ്ലാമിന്റെ ഈ മക്കളെ നീ കുഴിച്ചു മൂടുകയാണ് എങ്കിൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം ഇനി ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന പ്രവാചകൻ ദീർഘമായി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ പ്രവാചകന്റെ ചുമലിലുണ്ടായിരുന്ന വസ്ത്രം താഴോട്ട് വീഴുകയുണ്ടായി. പുറകിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഉണ്ടായിരുന്നു. ആ തുണിയെടുത്ത് പ്രവാചകന്റെ മുതുകിലേക്ക് എടുത്തുകൊണ്ട് പ്രവാചകൻ വാരി ഉണർന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ നിർത്തൂ, മതിയാക്കൂ. അങ്ങയോട് അല്ലാഹു കരാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കുക തന്നെ ചെയ്യും പ്രവാചകരെ. ആ ദിവസം ഏതായിരുന്നു അറിയുമോ? വ്യാഴാഴ്ച രാവായിരുന്നു. ഇതുപോലത്തെ ഒരു രാത്രിയായിരുന്നു, അഥവാ വെള്ളിയാഴ്ച രാവായിരുന്നു. റമദാൻ 17 രാത്രിയായിരുന്നു. ഹിജ്റ 2-ാം വർഷമായിരുന്നു. മറുഭാഗത്ത് ഉറക്കമില്ലാത്ത രാത്രി തന്നെയാണ്. മദ്യത്തിന്റെ ലഹരിയിലും മതാവസ്ഥകളുടെ നൃത്തത്തിലും ഉറക്കമൊഴിച്ചുകൊണ്ട് കലങ്ങിത്തൊടുത്ത കണ്ണുകൾ. നേരം പുലർന്നു. അവർ ഇരുകൂട്ടരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. ഈ സന്ദർഭത്തിലതാ 7 വാനങ്ങളും കടന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സുവിശേഷവുമായി കൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ആ സന്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുകും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. പ്രവാചകരെ, നിങ്ങൾ ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവോട് സഹായം ചോദിച്ചുവല്ലേ എങ്കിൽ ഇതാ നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അതാ ഉടലക്കൂടെ ഇളകിക്കൊണ്ടിരിക്കുന്ന 1000-ഓളം വരുന്ന മലക്കുകളെ കൊണ്ടാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന അബൂജഹലിനെ ബദറിലേക്ക് നീങ്ങുമ്പോൾ പ്രവാചകന്റെ പ്രോത്സാഹനം നൽകിയ ഒരാളായിരുന്നു സുറാഖത്ത് ബിൻ മാലിക് ഇബ്ലീസിന്റെ വേഷത്തിൽ വന്നുകൊണ്ടാണ് പറയുന്ന അബൂജഹലിനോട് ധൈര്യമായി പുറപ്പെടും ബദറിലേക്ക്, നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട് കേട്ടോ എന്നാണ്. കാരണം അദ്ദേഹം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് സുറാഖ. ആ സുറാഖന്റെ ദേശത്തിലാണ് വരുന്നത്. അത് കണ്ടപ്പോൾ അബൂജഹൽ വല്ലാത്തൊരു ആവേശമായി ബദറിലേക്ക് എത്തിയപ്പോൾ ഇബ്ലീസ് ആ പ്രത്യേക സൃഷ്ടിയാണല്ലോ. ഇബ്ലീസ് കാണുകയാണ്, സുറാഖ കാണുകയാണ്. മലക്കുകളെ കണ്ടപ്പോൾ സുറാഖ പറഞ്ഞു, നിങ്ങൾ കാണാത്ത പലതിൽ ഞാനതാ കാണുന്നു, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബദറിൽ നിന്ന് ഇബ്ലീസ് അവരെ ആക്കിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. മാത്രമല്ല മുസ്ലിമേ, ഇത് നിനക്കൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൃദയത്തിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. എന്താണ് സന്തോഷം, എന്താണ് സമാധാനം എന്നറിയണ്ടേ? സഹായം അല്ലാഹുവിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് മറ്റാരിൽ നിന്നുമില്ല കേട്ടോ. ഇന്നല്ലാഹ അസീസുൻ ഹകീം. നിങ്ങളെ സഹായിക്കാൻ മാത്രം അവൻ പ്രതാപശാലിയാണ്, അവൻ അനാഥജ്ഞാനിയാണ് എന്നിട്ട് ബദറിലെ മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയാണ്, വലഖദ് നസറകുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ മറ്റേ സന്ദർഭത്തിൽ വലഖദ് നസറകുല്ലാഹു ബിബദരിൻ, ബദറിൽ നിങ്ങളെ സഹായിച്ചില്ല സഹാബത്തെ, വഅൻതും അദില്ലാ, ആ ബദറിൽ നിങ്ങൾ ദുർബലരായിരുന്നു കൂട്ടരെ, ഫത്തഖുല്ലാഹ, നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ, ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള ഒരു സമൂഹമായി മാറും. എന്തായിരുന്നു ബദറിലേക്ക് ബദരീങ്ങൾക്ക് പറ്റിയ ദൗർബല്യം? എന്താണ്? 1 ആൾബലമില്ലാത്തവർ, 2 ആയുധബലമില്ലാത്തവർ, 3 17 ദിവസമായി നോമ്പെടുത്ത് ക്ഷീണിച്ചവരാണ്
എന്നുള്ളതാണ്. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് 14 പേരാണ് ഷഹീദായത്. ശത്രുവിൽ നിന്ന് 70 പേരിൽ മരണപ്പെടുകയുണ്ടായി. മാത്രമല്ല 70 പേര് ബന്ധനസ്ഥരായിക്കൊണ്ട് മുസ്ലിങ്ങൾ പിടിക്കുകയും ചെയ്തു. ഇതാണ് ബദറിന്റെ ചുരുങ്ങിയ പശ്ചാത്തലം എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം എങ്ങനെയാണ് നൽകിയതെന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. എത്രയാണ് ശത്രുക്കളെങ്കിൽ അത്രയും മലക്കുകളെ കൊണ്ട് ഇറക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ മുസ്ലിങ്ങളെ സഹായിച്ചത് എന്നുള്ളതാണ്. ബദരീങ്ങള് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് എന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്ക ഫതഹിന് വേണ്ടി പ്രവാചകൻ പുറപ്പെടുകയായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ വിവരം നിങ്ങൾ ഒരാളോട് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. മക്കയിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ എന്നൊരു സഹാബി, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് മക്കയിലുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ മക്കയിലുണ്ട്. മുസ്ലിങ്ങളെങ്ങാനും പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ തന്റെ കുടുംബക്കാർ നഷ്ടപ്പെട്ടു പോകുമോ, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക കാരണം ആരും അറിയാതെ ഒരു പെണ്ണിന്റെ കൈവശം ഒരു കത്തെഴുതിക്കൊണ്ട് ആ പെണ്ണിന്റെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. വിവരം ജിബ്രീൽ മുഖേന പ്രവാചകനിലേക്ക് വഹിയായി കൊണ്ടിറക്കി. പ്രവാചകൻ വഹിയിറങ്ങി പ്രവാചകരെ അഭിവേർന്ന ഒരു പെണ്ണിന്റെ കൈവശം മുശ്രിക്കുകളുടെ അടുക്കിലേക്ക് വിവരം എത്തിച്ചിട്ടുണ്ട്. ആ പെണ്ണത ഹാബി എന്ന തോട്ടത്തിൽ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. പ്രവാചക സഹാബത്തിനോട് പറഞ്ഞു, ആർക്ക് കഴിയും അവരെ കൊണ്ടുവരാനെന്ന് പറഞ്ഞപ്പോൾ 3 സഹാബത്ത് അതുപോലെ തന്നെ അലി ബിൻ അബീ ത്വാലിബ്, അബൂ മുർഷിദ് അൽ ഹനഫിയും ഈ 3 സഹാബികൾ ചെയ്തു. ഇവർ 3 പേരും അശ്വരൂഢന്മാരാണ്. അവരെ തോട്ടത്തിൽ നിന്ന് വിശ്രമിച്ച് പുറത്ത് കടക്കുന്നതിന് മുമ്പ് ആ തോട്ടത്തിൽ എത്തിപ്പെടുകയുണ്ടായി. അവരെ ചോദ്യം ചെയ്തു, അവരെ പിടിച്ചുകൊണ്ട് വന്ന് പ്രവാചകന്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഉമർ ഇബ്നു ഖത്താബ് ഉണ്ടായിരുന്നു. ഉമർ ഖത്താബ് പറഞ്ഞ, പ്രവാചകരെ എനിക്ക് അനുമതി നൽകുമോ, അബീബൽത്തവന്റെ കഴുത്ത് ഞാൻ എടുക്കട്ടെ. അപ്പൊ പ്രവാചകൻ പറയുകയാണ്, അലൈസ മിൻ അഹ്ലിൽ ബദർ, താങ്കൾ ബദറിൽ പങ്കെടുത്ത ബദരീകളിൽപ്പെട്ട ഒരാളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് അബീബൽത്തവ മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, എങ്കിൽ ബദറിൽ പങ്കെടുത്ത ആളുകളിലേക്ക് അല്ലാഹു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്തോ പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണ്. നിങ്ങൾക്ക് പാപങ്ങളൊക്കെ അല്ല പുറത്തു തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെ 2 കണ്ണും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഉമർ ഖത്താബ് പറയുകയാണ്, വല്ലാഹു വറസൂലുഹു അഅലം, അക്കാര്യം അല്ലാഹുവും റസൂലിനല്ലേ അറിയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസാണ് എന്നുള്ളതാണ്. ഒരിക്കൽ നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ ജിബ്രീൽ എന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചു. ബദറിൽ പങ്കെടുത്ത 316 വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, മിൻ അക്മലിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 1-ാം ഇടക്കാര്, ഏറ്റവും ഉത്തമ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന് ജിബ്രീൽ കൊടുത്ത മറുപടി എന്താണെന്ന് അറിഞ്ഞുക, മലക്കുകൾക്ക് സമാനമാണ് അവർ എന്നാണ് പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. മലക്കുകൾക്ക് സമാനം, അത്രയും ശ്രേഷ്ഠരാണ് അവർ. എങ്കിലും അവരോട് പ്രാർത്ഥിക്കാൻ നമുക്കനുമതിയില്ല, അനുവാദമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ബദറിൽ നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകാരന്മാരോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച കുത്തുബയിലും ഇബ്രാഹിമിനോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ബദർ വല്ലാത്തൊരു ചരിത്ര പാഠമാണ് എന്നുള്ളതാണ്. ബദർ വല്ലാത്തൊരു ചരിത്ര ഭൂമിക തന്നെയാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് ആ രൂപത്തിലുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ നികത്താൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായും അല്ലാതെയും ഒരുപാട് പോരായ്മകൾ കൊണ്ട് നിറഞ്ഞവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളായി കഴിഞ്ഞവരല്ല എന്ന് അല്ലാഹുവിന് നല്ലതുപോലെ അറിയാമല്ലോ എല്ലാ പോരായ്മകളും. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് പരിഹരിച്ച് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ. അല്ലാഹുവേ,
പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങളുടെ ജീവിതത്തെ സംഭവിച്ചു പോയിട്ടുള്ള സകലമായ പാപത്തിന്റെ കറകളും ഈ അനുഗ്രഹീതമായ മജ്‌ലിസ് പിരിയുന്നതോടുകൂടി നീ തൃപ്തിപ്പെട്ട മുഖങ്ങളായി പിരിഞ്ഞു പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ അതുപോലെ മുഖവിലക്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ നിന്റെ ഇഷ്ടദാസിദാസന്മാരുടെ കൂട്ടത്തിൽ ഒരുവരായി ഞങ്ങളിൽ എല്ലാവരെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി നീ ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞങ്ങൾ നിർവഹിച്ചതായ സുന്നത്തുമായ എല്ലാ കർമ്മങ്ങളിലും വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും നിന്റെ കാരുണ്യം കൊണ്ട് പരിഗണിച്ച് ഞങ്ങളിൽ നിന്നും പരിഗണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിക്കുന്നതായ ചെറുതും വലുതുമാകുന്ന എല്ലാ ദാനധർമ്മങ്ങളും പോരായ്മകൾ പരിഗണിച്ച് ഞങ്ങൾ പരിഗണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വിശുദ്ധ റമളാനിന്റെ ഓരോ രാവിലും പകലിലും എണ്ണമറ്റ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിൽ നിന്നും നിന്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും രക്ഷയും മോക്ഷവും നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഏറ്റവും നല്ല ധർമ്മവും കർമ്മവും കാഴ്ചവെച്ചു അഭിമാനത്തോടെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കാൻ നീ ഞങ്ങൾക്ക് രക്ഷയും കാവലും തുണയും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരോഗ്യം ഖൈറും ബർക്കത്തും നിറഞ്ഞതാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാനത്ത് ഖൈറും ബർക്കത്തും നിലനിൽപ്പും വിശാലതയും നൽകി നീ ആദരിക്കണമേ റബ്ബേ. എന്നും നിന്നോട് നന്ദിയുള്ളവരായി ജീവിക്കുവാനും നീ ഞങ്ങൾക്ക് രക്ഷയും കാവലും തുണയും നൽകി ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നമ്മൾക്കെന്നതുപോലെ ഞങ്ങളുടെ മക്കൾക്കും സ്വന്തമായ ഒരു ജീവിതം ഈ ലോകത്തിൽ നൽകി നീ ആദരിക്കണമേ റബ്ബേ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പരാജയം കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ആരായിരുന്നാലും ഒരാൾക്കും സന്തോഷിക്കുവാനുള്ള അളവ് അപമാനമോ പരാജയമോ ഈ ഉമ്മത്തിൽ വർഷിക്കാതെ അല്ലാഹുവേ, നിന്റെ കാരുണ്യ വർഷവും കാരുണ്യത്തിന്റെ നോട്ടവും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സന്ധ്യ സമയത്ത് ഈ രാത്രി സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവിലെ അല്ലാഹുവേ, നമ്മുടെ പ്രാർത്ഥന ഉപരി സ്വീകരിക്കുന്നതിന് തടസ്സമായ ഒക്കെയും നിന്റെ കാരുണ്യം കൊണ്ട് പരിഗണിക്കണമേ റബ്ബേ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.